സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റെസ വികസനം പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി എയർപോർട്ട് അതോറിറ്റിയുടെ സ്ഥലത്തിലൂടെ കടന്നുപോകുന്ന ക്രോസ് റോഡിലൂടെ പൊതുഗതാഗതം അവസാനിപ്പിച്ചതായി കാണിച്ച എയർപോർട്ട് അതോറിറ്റി ബോർഡ് സ്ഥാപിച്ചു. പകരം റോഡിനുള്ള നടപടി പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി ടി വി ഇബ്രാഹിം MLAയുടെ ചോദ്യത്തിന് മറുപടി നൽകി. ക്രോസ് റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് റെസ അഥവാ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ദീർഘിപ്പിക്കുന്നത്. പ്രവൃത്തി പുരോഗമിക്കുന്നതോടെ ക്രോസ് റോഡ് പൂർണ്ണമായും ഇല്ലാതാകും. അതിനു മുന്നോടിയായാണ് എയർപോർട്ട് അതോറിറ്റി ബോർഡുകൾ സ്ഥാപിച്ചത്. അതേസമയം ഈ റോഡ് ഇല്ലാതാകുമ്പോൾ പകരം റോഡ് വേണമെന്ന നാട്ടുകാരും ജനപ്രതിനിധികളും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പുതിയ റോഡിന് സ്ഥലം ഏറ്റെടുക്കൽ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. 8 മീറ്റർ വീതിയിൽ PWD റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ടി വി ഇബ്രാഹിം MLAയുടെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം പകരം റോഡ് വൈകിയാൽ ഒട്ടേറെ പേർ പ്രയാസത്തിലാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ക്രോസ് റോഡ് ഇല്ലാതാകുന്നതോടെ പൊതുവഴി മാത്രമല്ല, ചില വീടുകളിലേക്കുള്ള വഴികൾ കൂടിയാണ് നഷ്ടമാകുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്താവള വികസനത്തിനൊപ്പം നാട്ടുകാരുടെ ആവശ്യങ്ങൾ കൂടി വേഗത്തിലാക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. എയർ1 ന്യൂസ്, കരിപ്പൂർ. നന്ദിയുണ്ട്, ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.